ഹായ് സ്റ്റുഡൻസ്, MBA ഫസ്റ്റ് സെമസ്റ്റർ ലീഗൽ എൻവിറോൺമെൻറ്റിലെ മൊഡ്യൂൾ 2 ആണ് നമ്മളിന്ന് കവർ ചെയ്യാൻ പോകുന്നത്. ലിമിറ്റഡ് ലയബിലിറ്റി പാർട്ണർഷിപ്പ് ആക്ട് 2008. അതായത് ഇവിടെ ഒരു പാർട്ട്ണർഷിപ്പ് ഫേം രജിസ്റ്റർ ചെയ്യണമെങ്കിലും അത് ഫോം ചെയ്യണം എന്നുണ്ടെങ്കിൽ അതെന്ത് ചെയ്യണം? ഈ ഒരു LLBൻ്റെ കീഴിൽ നമ്മൾ ഓൾറെഡി രജിസ്റ്റർ ചെയ്യണം. അതായത് ഒരു ഫേം നമുക്ക് പാർട്ട്ണർഷിപ്പ് ഫേം സ്റ്റാർട്ട് ചെയ്യണം എന്നുണ്ടെങ്കിൽ LLP ആക്ടിൽ പറഞ്ഞിട്ടുള്ള ഓരോ റൂൾസും റെഗുലേഷൻസും ഇവർ പാലിച്ചിരിക്കണം. ഓരോന്ന് രജിസ്റ്റർ ചെയ്യണം, ഫോം ചെയ്യണം. നെക്സ്റ്റ്, ഈ ഒരു LLP നമ്മുടെ ഫോം ചെയ്തിട്ടുള്ളത് 2008 പക്ഷെ അത് ഇന്ത്യയിൽ ഫോം ചെയ്തിട്ടുള്ളത് ഏപ്രിൽ 2009 പക്ഷെ ഒരു റൂൾസിനും റെഗുലേഷൻസിനും ഒന്നും ഡിഫറൻസ് വരുന്നില്ല. അത് ഇന്ത്യയിൽ ഫോം ചെയ്തിട്ടുള്ളത് 2009 മാത്രം. അതുപോലെ തന്നെ ഈ ഒരു LLP എന്ന് പറയുന്നത് നമ്മുടെ ഇന്ത്യയിലുള്ള ഏതൊരു ഭാഗത്തും നമ്മളൊരു പാർട്ട്ണർഷിപ്പ് ഫേം സ്റ്റാർട്ട് ചെയ്യുകയാണ് എന്നുണ്ടെങ്കിൽ അത് LLPൻ്റെ കീഴിലായിരിക്കണം. LLP ആക്ട് പ്രകാരം ഓരോ റൂൾസും റെഗുലേഷൻസും അവിടെ രജിസ്റ്റർ ചെയ്തിട്ട് അതിൻ്റെ കീഴിലായിരിക്കണം നമ്മൾ ഇന്ത്യയിൽ ഏതൊരു ഭാഗത്തും ഒരു പാർട്ട്ണർഷിപ്പ് ഫേം സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിൽ രജിസ്റ്റർ ചെയ്യേണ്ടത്. നെക്സ്റ്റ് ഇവിടെ പറയുന്നത് ഈ ഒരു LLP ആക്ട് എന്ന് പറയുന്നത് ഒരു കമ്പനി ആൻഡ് പാർട്ട്ണർഷിപ്പ് അല്ലെങ്കിൽ കോർപ്പറേഷൻ ആൻഡ് പാർട്ട്ണർഷിപ്പ് ഇതിൻ്റെ കോമ്പിനേഷനാണ് എന്തെന്ന് പറയുന്നത് LLP ആക്ട്. അതായത് പാർട്ട്ണർഷിപ്പിൻ്റെയും അതുപോലെ തന്നെ കമ്പനിയുടെ രണ്ടുപേരുടെയും നിയമങ്ങളും റൂൾസൊക്കെ ഉൾപ്പെടുങ്ങിയിട്ടുള്ള ഒരു കോമ്പിനേഷനാണ് എന്തെന്ന് പറയുന്നത് LLP എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഈ ഒരു LLP കൂടുതൽ ആപ്ലിക്കബിൾ സ്മോൾ ആൻഡ് മീഡിയം സൈസ് ഓർഗനൈസേഷൻസിനാണ്. ചെറുതും അതുപോലെ തന്നെ ഒരു മീഡിയം ലെവലിലുള്ള ഓർഗനൈസേഷനിലൊക്കെയാണ് ഈ ഒരു LLP ആക്ട് കൂടുതൽ ആപ്ലിക്കബിൾ ആവുന്നത്. അപ്പോൾ ഇതാണ് LLP ലിമിറ്റഡ് ലയബിലിറ്റി പാർട്ട്ണർഷിപ്പ് ആക്ട് 2008. LLPയുടെ ഫീച്ചേഴ്സ് അല്ലെങ്കിൽ നേച്ചർ അല്ലെങ്കിൽ ക്യാരക്ടറിസ്റ്റിക്സ്. ഫസ്റ്റ് വൺ, ലീഗൽ എൻറ്റിറ്റി. ഇതൊരു സ്വതന്ത്രപരമായിട്ടുള്ള ഒരു ഓർഗനൈസേഷനാണ്. അതായത് ഈ ഒരു LLP എന്ന് പറയുന്നത് ഒരു ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള ഒരു സ്വതന്ത്രമായിട്ടുള്ള ഒരു സ്ഥാപനമാണ്. അതുപോലെ തന്നെ ഇവിടെ ലീഗലാണ്. ഈ ഒരു സ്ഥാപനം പാർട്ട്ണർഷിപ്പ് ഫേം അതായത് LLP എന്ന് പറയുന്നത് ഒരു ലീഗലായിട്ടുള്ള ഗവൺമെൻറ് അംഗീകരിച്ചിട്ടുള്ള ഒരു സ്ഥാപനം ആണ്. അതുപോലെ തന്നെ ഇവിടെ എന്താണ് പറയുന്നത്? ഇപ്പോൾ രണ്ടോ അല്ലെങ്കിൽ മൂന്നോ വ്യക്തികൾക്ക് ഒരു ഫണ്ട് ഉണ്ടാക്കണം എന്നുണ്ടെങ്കിൽ അവരെന്ത് ചെയ്യാണ്? ഒരു ബിസിനസ് തുടങ്ങാൻ വേണ്ടി സ്റ്റാർട്ട് ചെയ്യാണ്. ഒരു LLPൻ്റെ പേരിലുള്ള ഒരു ബിസിനസ് തുടങ്ങാൻ വേണ്ടി സ്റ്റാർട്ട് ചെയ്യാണ്. അപ്പോൾ ഇവർക്ക് എന്ത് ചെയ്യാം? അങ്ങനെ ബിസിനസ് തുടങ്ങണം എന്നുണ്ടെങ്കിൽ ഇവർ രജിസ്ട്രാറിനെ സമീപിച്ച് കുറച്ച് ഡോക്യുമെൻറ്റ്സ് കൊടുത്താൽ അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും? LLPൻ്റെ കീഴിലുള്ള ഒരു സ്ഥാപനം തുടങ്ങാൻ പറ്റും. അതുപോലെ തന്നെ ഇവിടെ LLP അതായത് എന്തെങ്കിലും കടങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ LLPൻ്റെ കേസിലുള്ള ആ ഒരു കമ്പനീൻ്റെ ബേസിലുള്ള കടങ്ങളാണെന്നുണ്ടെങ്കിൽ അത് ആ ഒരു LLP സ്ഥാപനമായിട്ട് മാത്രം പോകുള്ളൂ. അല്ലാതെ ഇവരുടെ പേഴ്സണൽ ആയിട്ടുള്ള കാര്യങ്ങളിലോട്ടൊന്നും അത് കൈകടത്താൻ വരില്ല. ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ രാജ്യം എന്ത് ചെയ്യുന്നു? ഇവർക്കൊരു ഡിസൈനിങ്ങിൻ്റെ ഒരു കമ്പനി ഫോം ചെയ്യണം, ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യണം. അങ്ങനെ ഇവർ ആവശ്യമായിട്ടുള്ള ഡോക്യുമെൻറ്റ്സ് ഒക്കെ രജിസ്ട്രാർക്ക് കൊടുത്തു. അങ്ങനെ ഇവർ എന്ത് ചെയ്തു? ഒരു പാർട്ട്ണർഷിപ്പ് ഫേം ബിൽഡ് ചെയ്തെടുത്തു. അപ്പോൾ ഇവർക്ക് ആ ഒരു LLPയുടെ ബേസിൽ ഒരു കടം വരികയാണ്. അതായത് ആ ഒരു കമ്പനീൻ്റെ ബേസിലാണ് കടം വരുന്നത്. അപ്പോൾ ആ ഒരു കടം ഇവരുടെ പേഴ്സണൽ ആയിട്ടുള്ള അസറ്റുകൾ ഉണ്ടാവും. അതായത് സ്ഥലങ്ങൾ, വീട്, അങ്ങനെ അവരുടെ പേഴ്സണൽ അസറ്റുകൾ ഇതിനൊന്നും അത് ബാധിക്കില്ല. അതൊക്കെ LLPയുടെ ആ ഒരു ഓർഗനൈസേഷനുമായിട്ടുള്ള കാര്യങ്ങളിലേ ബാധിക്കുള്ളൂ. അവരുടെ പേഴ്സണൽ അസറ്റിനൊന്നും ബാധിക്കില്ല. അതാണ് ലീഗൽ എൻറ്റിറ്റി എന്ന് പറയുന്നത്. രണ്ടാമത്, കണ്ടിന്യൂസ് എക്സിസ്റ്റൻസ്. അതായത് ഇവിടെ നമ്മുടെ ഒരു LLP ഫേം നമ്മൾ തുടങ്ങിയാലും ഒരിക്കലും ഇതിനൊരു അന്ത്യമില്ല. അതായത് നമ്മൾ ഈ മനുഷ്യർ മരിക്കണ മാതിരി ഒരു ഫേം അങ്ങനെ പാർട്ട്നേഴ്സ് ഇല്ല എന്ന് വിചാരിച്ചിട്ടൊന്നും മരിക്കൂല. അത് അങ്ങനെ തുടർന്നുകൊണ്ട് പോയിക്കൊണ്ടേയിരിക്കും. ഇപ്പോൾ ആ ഒരു കമ്പനിയിലെ അല്ലെങ്കിൽ ആ ഒരു പാർട്ട്ണർഷിപ്പ് ഫേമിലെ ഇപ്പോൾ ഒരു പാർട്ട്ണർ മരിച്ചു പോവുകയോ അല്ലെങ്കിൽ ആ ഒരു പൊസിഷനിൽ ക്വിറ്റ് ചെയ്യുകയോ ചെയ്താലും അതെന്തെയില്ല, ആ ഒരു കമ്പനി അതുപോലെ തന്നെ ഉണ്ടാകും. അതിൻ്റെ സ്ഥാനത്ത് വേറൊരു പാർട്ട്ണർഷിപ്പ് വരികയും ചെയ്യാം. അല്ലാതെ ഒരിക്കലും അതിനൊരു അവസാനമില്ല എന്നാണ് പറയുന്നത്. ഒരു എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ 3 പേര് ചേർന്നിട്ട് ഒരു പാർട്ട്ണർഷിപ്പ് ഫേമിലോട്ട് ബിൽഡ് ചെയ്തെടുത്തു. ഒരു പാർട്ട്ണർഷിപ്പ് ഫേമിൽ ഇൻവോൾവ് ആയി. അങ്ങനെ എന്ത് ചെയ്യുന്നു? അതിൽ ഒരു പാർട്ട്ണർ മരിച്ചുപോയി.
ബാക്കി 2 പാർട്ട്നേഴ്സേ ഉള്ളൂ. 3 പാർട്ട്ണറിൻ്റെ സ്ഥാനത്ത് ഒരു പാർട്ട്ണർ മരിച്ചു. അപ്പോൾ അങ്ങനെ 2 പാർട്ട്നേഴ്സേ ഉള്ളൂ. അപ്പോൾ എന്ത് ചെയ്തു, അത് വിചാരിച്ചിട്ട് അവിടെ ആ ഒരു പാർട്ട്ണർ മരിച്ചു എന്ന് വിചാരിച്ചിട്ട് ആ ഒരു LLB ഫേം എന്ത് ചെയ്യുന്നില്ല, അവസാനിക്കണില്ല. അതെന്നാലും എന്താണ്, വേറൊരു പാർട്ട്ണറിനെ കൊണ്ടുവരും, അല്ലെങ്കിൽ എല്ലാ പാർട്ട്ണർ വെച്ചിട്ട് ആ ഒരു കമ്പനി മുന്നോട്ട് പോകും. അങ്ങനെ അതങ്ങനെ പോവുള്ളൂ. അല്ലാതെ ഒരാൾ മരിച്ചു വിചാരിച്ചിട്ട് ആ ഒരു കമ്പനി അതോടെ പൂട്ടിപ്പോകൂല. അത് കണ്ടിന്യൂസ് ആയിക്കാണ്ട് മെച്ചപ്പെട്ട് വരുന്നേ ചെയ്യുള്ളൂ. അപ്പോൾ അതാണ് കണ്ടിന്യൂസ് എക്സിസ്റ്റൻസ് ആണ്. നെക്സ്റ്റ് നമ്പർ ഓഫ് പാർട്ട്നേഴ്സ്. അതായത് ഒരു LLPൻ്റെ കീഴിലുള്ള ആക്ച്വലി നമുക്ക് എത്ര വേണമെങ്കിലും പാർട്ട്നേഴ്സ് ആകാം, 2 അല്ലെങ്കിൽ അതിൽ 3 എത്ര, ഒരു മിനിമം എന്ന് പറയുന്നത് 2 ആളുകൾ വേണം. മാക്സിമം നമുക്ക് 100 അല്ലെങ്കിൽ 100 അപ്പുറമോ എത്ര വേണമെങ്കിലും നമുക്ക് അവിടെ എന്താവാം, പാർട്ട്നേഴ്സ് ഉണ്ടാവാൻ പറ്റും എന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ ഇവിടെ എന്താ, നമ്മൾ പാർട്ട്നേഴ്സ് ആവുന്ന സമയത്ത് നമ്മളിപ്പോൾ ഒരു ഫേമിൽ അല്ലെങ്കിൽ ഒരു കമ്പനിയിൽ പാർട്ട്നേഴ്സ് ആവാം, LLP ആക്ടിൻ്റെ കീഴിൽ പാർട്ട്നേഴ്സ് ആവാൻ വിചാരിക്കുമ്പോൾ എത്ര ആൾക്ക് വേണമെങ്കിലും നമുക്ക് പാർട്ട്നേഴ്സ് ആവാൻ പറഞ്ഞു. അതിൽ 2 പേര് എന്തായിരിക്കണം, ഡെസിഗ്നേറ്റഡ് പാർട്ട്നേഴ്സ് ആയിരിക്കണം. ഓക്കെ, ഡെസിഗ്നേറ്റഡ് പാർട്ട്നേഴ്സ് പറയുമ്പോൾ അറ്റ്ലീസ്റ്റ് 1 ഷാൽ ബി ഡെസിഗ്നേറ്റഡ് പാർട്ട്നേഴ്സ് എന്ന് പറയുമ്പോൾ അതിൽ ഒരു വ്യക്തി എന്തായാലും ഒരു ഇന്ത്യൻ റെസിഡൻ്റ് ആയിരിക്കണം. അതായത് ഇന്ത്യയിൽ 182 ദിവസം ഇന്ത്യയിൽ താമസിച്ചിട്ടുണ്ട് എന്നുള്ള ഒരാളായിരിക്കണം. അപ്പോൾ എന്താണ്, നമുക്ക് 2 അല്ലെങ്കിൽ അതിൽ കൂടുതൽ വ്യക്തികൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഒരു LLP ആക്ടിൻ്റെ കീഴിൽ പാർട്ട്ണർഷിപ്പ് ആവാൻ പറ്റും. അതുപോലെ തന്നെ മിനിമം 2 ആണ്, മാക്സിമം നമുക്ക് 200 100 അല്ലെങ്കിൽ 100ൻ്റെ അപ്പുറം വരെ നമുക്ക് എന്ത് ചെയ്യാം, പാർട്ട്ണർഷിപ്പ് ആവാൻ പറ്റും. അതുപോലെ തന്നെ അതിൽ പാർട്ട്ണർഷിപ്പ് ആവുന്ന 2 വ്യക്തികൾ എന്തായിരിക്കണം, ഡെസിഗ്നേറ്റഡ് പാർട്ട്നേഴ്സ് ആയിരിക്കണം. ഈ ഡെസിഗ്നേറ്റഡ് പാർട്ട്നേഴ്സിൽ ഒരാൾ ഇന്ത്യയിൽ റെസിഡൻ്റ് ആയിട്ടുള്ള ഒരാളാവണം. അതായത് 182 ദിവസം നിന്നിട്ടുള്ള ഒരാളാവണം. അപ്പോൾ അതിൻ്റെ ഒരു എക്സാമ്പിൾ പറയാനുണ്ടെങ്കിൽ 3 രാജു, അതുപോലെ തന്നെ രമേശ്, സുധീഷ്, ഈ 3 വ്യക്തികൾ എന്ത് ചെയ്യുന്നു, ഒരു പാർട്ട്ണർഷിപ്പിൽ ഏർപ്പെടാൻ നിൽക്കുന്ന സമയത്ത് അതിലെന്ത് ചെയ്യാണ്, ഈ രതീഷും സുധീഷും എന്ത് ചെയ്യുന്നു, അവരാണ് ഇവിടെയുള്ള ഡെസിഗ്നേറ്റഡ് പാർട്ട്നേഴ്സ് ആയിട്ട് നമ്മൾ നിയമിക്കുന്നത്. അപ്പോൾ അതിൽ സുധീഷ് എന്ന് പറയുന്ന ആൾ ഇന്ത്യയിൽ റെസിഡൻ്റ് ആയിട്ടുള്ള ഒരു വ്യക്തിയായിരിക്കും. അപ്പോൾ അയാൾ അവിടുത്തെ ആ റൂള് പാലിച്ചു. മറ്റുള്ള ആൾ, അതായത് രാജു എന്ന് പറയുന്ന വ്യക്തി എന്തായിരിക്കും, അവിടെ ഒരു 3ാമത്തെ പാർട്ട്ണർ ആയിരിക്കും. അപ്പോൾ നമുക്ക് 3 പേരല്ല എത്ര പേര് വേണമെങ്കിലും നമുക്ക് പാർട്ട്നേഴ്സ് ആവും. ഇതാണ് എന്ത്, നമ്പർ ഓഫ് മെമ്പേഴ്സ്. 4ാമത് ടൈപ്പ് ഓഫ് പാർട്ട്നേഴ്സ്. അപ്പോൾ ഇവിടെ നമുക്കൊരു പാർട്ട്ണർ ആവാൻ ഒരു ഇൻഡിവിജ്വൽ ആയിട്ടുള്ള ഒരു വ്യക്തിക്ക് എന്താകാൻ പറ്റും, ഒരു പാർട്ട്ണർഷിപ്പ് ഏർപ്പെടാം. അതുപോലെ തന്നെ ബോഡി കോർപ്പറേറ്റിനും എന്താകാൻ പറ്റും, പാർട്ട്ണർഷിപ്പിൽ ഏർപ്പെടാം. അപ്പോൾ എന്താണ് ബോഡി കോർപ്പറേറ്റ് എന്ന് പറയുമ്പോൾ, ഈ ബോഡി കോർപ്പറേറ്റ് എന്ന് പറയുമ്പോൾ 3 ഉണ്ട്. ഒന്നാമത്തത് ഇന്ത്യയിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള LLPൻ്റെ കീഴിലുള്ള കമ്പനികൾ. അതുപോലെ തന്നെ ഇന്ത്യക്ക് പുറത്ത് എന്ത് ചെയ്യുന്നു, LLPൻ്റെ കീഴിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. പിന്നെ ഫോറിൻ കമ്പനികളുമായിട്ട് രജിസ്റ്റർ ചെയ്തിട്ടുള്ള ബോഡി കോർപ്പറേറ്റുകൾ. അപ്പോൾ ഇവിടെ പാർട്ട്നേഴ്സ് എന്ന് പറയുമ്പോൾ ഒരു എക്സാമ്പിൾ രീതിയിലോട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരു രതീഷും സുധീഷും, ഈ 2 വ്യക്തികൾ എന്ത് ചെയ്യുന്നു, ഒരു പാർട്ട്ണർഷിപ്പിൽ ഏർപ്പെടാൻ വേണ്ടി തീരുമാനിക്കുകയാണ്. അപ്പോൾ ഇവിടെ രതീഷ് എന്ന് പറയുന്ന ഒരു വ്യക്തി ഇൻഡിവിജ്വലാണ്, അതുപോലെ തന്നെ സുധീഷ് എന്ന് പറയുന്ന വ്യക്തിയും ഇൻഡിവിജ്വലാണ്. അപ്പോൾ നമുക്ക് എന്താണ്, ഈ 2 ഇൻഡിവിജ്വൽ ആയിട്ടുള്ള വ്യക്തികൾക്കും എന്ത് ചെയ്യാൻ പറ്റും, അതിലൊരു പാർട്ട്ണർഷിപ്പിൽ ഏർപ്പെടാൻ പറ്റും. ഇന്ത്യയിലുള്ള ഒരു കമ്പനി മറ്റുള്ള ഒരു കമ്പനിയുമായിട്ട് പാർട്ട്ണർഷിപ്പിൽ ഏർപ്പെടാണ് എന്നുണ്ടെങ്കിൽ അവിടെ എന്താണ്, അതായത് ഇന്ത്യൻ്റെ അണ്ടറിലുള്ള 2 കമ്പനികൾ തമ്മിൽ അത് ഒരു ബോഡി കോർപ്പറേറ്റ് ആണ്, 2 കമ്പനികൾ തമ്മിൽ പാർട്ട്ണർഷിപ്പ് ചെയ്യുന്നു. 3ാമത് നമ്മുടെ ഫോറിനിലുള്ള, അതായത് നമ്മുടെ ഇന്ത്യക്ക് പുറത്തുള്ള ഫോറിനിലുള്ള ഒരു കമ്പനി ഇന്ത്യയിലുള്ള ഒരു കമ്പനിയുമായിട്ട് പാർട്ട്ണർഷിപ്പിൽ ഏർപ്പെടാൻ നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ അതും ഒരു ബോഡി കോർപ്പറേറ്റ് ആണ്. അപ്പോൾ ടൈപ്പ് ഓഫ് പാർട്ട്നേഴ്സ് എന്ന് പറയുന്നത് നമുക്ക് ഇൻഡിവിജ്വൽ ആയിട്ടുള്ള വ്യക്തികൾക്കും അതുപോലെ തന്നെ ബോഡി കോർപ്പറേറ്റ്സിനും എന്ത് ചെയ്യാൻ പറ്റും, പാർട്ട്നേഴ്സ് ആവാം. അതിൽ ബോഡി കോർപ്പറേഷൻ എന്ന് പറയുമ്പോൾ 3 രീതിയിലോട്ടാണുള്ളത്. ഒന്ന്, ഇന്ത്യൻ്റെ അണ്ടറിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള വ്യക്തികൾ, അതുപോലെ തന്നെ ഇന്ത്യക്ക് പുറത്ത് രജിസ്റ്റർ ചെയ്തിട്ടുള്ളവരും, അതുപോലെ തന്നെ ഇന്ത്യക്ക് പുറത്ത് രജിസ്റ്റർ ചെയ്തിട്ടുള്ള കമ്പനികളുമാണ് എന്ത് ബോഡി കോർപ്പറേഷൻസ് ആയിട്ട് വരുന്നത്. നെക്സ്റ്റ്, റൈറ്റ്സ് ആൻഡ് ഡ്യൂട്ടീസ് ഓഫ് പാർട്ട്നേഴ്സ്. അതായത് ഇവിടെ LLPൻ്റെ കീഴിൽ അവർ പാർട്ട്നേഴ്സ് ആവുന്ന സമയത്ത് ആ പാർട്ട്നേഴ്സ് തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു എഗ്രിമെൻ്റ് ഉണ്ടാകും. ആ ഒരു എഗ്രിമെൻറ്റിൻ്റെ ബേസിൽ ഓരോ പാർട്ട്നേഴ്സും തമ്മിൽ റൈറ്റ്സും ഡ്യൂട്ടീസും ഒക്കെ ഓൾറെഡി അവർ എന്ത് ചെയ്തിട്ടുണ്ടാവും, ഫിക്സ് ആക്കി വെച്ചിട്ടുണ്ടാവും. ഫോർ എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ രതീഷും രമേശും സുധീഷും, ഈ 3 വ്യക്തികൾ എന്താണ്, ഒരു LLP പാർട്ട്ണർഷിപ്പിൽ ഇൻക്ലൂഡ് ആവുന്ന സമയത്ത്, ഇൻവോൾവ് ആവുന്ന സമയത്ത് അവരെന്ത് ചെയ്യാണ്, ഇങ്ങനെ ഓൾറെഡി ഒരു അഗ്രിമെൻറ്റ് ഫോം ചെയ്യാണ്. അതായത് രതീഷ് ഈ ഒരു ഫിനാൻഷ്യൽ
മേഖല നോക്കട്ടെ. രതീഷ് എന്ത് ചെയ്യുന്നു മാർക്കറ്റിംഗ്, സുധീഷ് എന്ത് ചെയ്യുന്നു അതിൻ്റെ ഓപ്പറേറ്റിങ്ങും. അങ്ങനെ ഓരോരോ മേഖല ഓരോരുത്തരും നോക്കണം. അതുപോലെ തന്നെ ഓരോരുത്തർക്കുള്ള പ്രോഫിറ്റുകളും ഇവരെന്ത് ചെയ്യുന്നു എത്രയാണെന്നുള്ളത് ഓൾറെഡി മുൻകൂട്ടി കണ്ട് ഇന്നയാൾക്ക് 40, ഇന്നയാൾക്ക് 30, ഇന്നയാൾക്ക് 30 എന്നുള്ള അങ്ങനെ ആ ഒരു വിഭജനമൊക്കെ വിഭജിച്ച് കണ്ട് ഒരു എഗ്രിമെന്റ് റെഡിയാക്കിയിട്ടുണ്ടാവും. അതിൻ്റെ ബേസിലായിരിക്കും പിന്നെ ഇവരെന്ത് ചെയ്യുക ഓരോ കാര്യങ്ങളും ചെയ്യുക. കാരണം പാർട്ട്നേഴ്സ് തമ്മിലൊരു ഡീൽ ഉണ്ടാവണം. ഇവർക്ക് എത്ര പ്രോഫിറ്റ്, ഇവർ ഏതൊക്കെ മേഖലകൾ നോക്കണം എന്നുള്ളത് പാർട്ട്നേഴ്സ് തമ്മിലൊരു ഓൾറെഡി ഒരു എഗ്രിമെന്റ് ഫോം ചെയ്തിട്ടുണ്ടാകും. നെക്സ്റ്റ് പോയിന്റ്, പാർട്ട്നേഴ്സ് ആസ് ഏജന്റ്. അതായത് പാർട്ട്നേഴ്സ് എന്ന് പറയുന്നത് ആ ഒരു കമ്പനിയുടെ ഏജന്റാണ്. അതായത് കമ്പനി പ്രൊമോട്ട് ചെയ്യാനും കമ്പനിയിൽ എന്തെങ്കിലും സെയിൽ ചെയ്യാനോ അതിനുള്ള ഏജന്റുകളാണ്. അല്ലാതെ വേറൊരു പാർട്ട്ണറിന്റെ ഏജന്റ് അല്ല എന്ന് പറയുന്നു. ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ അനീഷ് എന്ന് പറഞ്ഞൊരു വ്യക്തി ആ ഒരു കമ്പനീൻ്റെ ഏജന്റാണ്. കാരണം കമ്പനിയിലുള്ള എന്തെങ്കിലും പ്രൊഡക്റ്റ് ഒരു കസ്റ്റമർ വിൽക്കണം എന്നുണ്ടെങ്കിൽ അത് പ്രൊമോട്ട് ചെയ്യുന്നത് ഈ ഒരു അനീഷ് ആയിരിക്കും. അപ്പോൾ ഈ അനീഷ് സ്വാഭാവികമായിട്ടും ആ ഒരു കമ്പനീൻ്റെ ബേസിൽ അദ്ദേഹം ആ ഒരു കമ്പനീൻ്റെ ഏജന്റാണ്. അപ്പോൾ എന്ത് ചെയ്യുന്നു, ഇയാൾ ഈ ഒരു കസ്റ്റമറിന് ഒരു പ്രൊഡക്റ്റ് വിൽക്കുന്നു. പക്ഷേ എന്ത് ചെയ്യാണ്, ഒരു സുധീഷ് എന്ന് പറഞ്ഞ വ്യക്തി എന്ത് ചെയ്യുന്നു, ഒരു കസ്റ്റമറിന് ഒരു തെറ്റായിട്ടുള്ളൊരു പ്രൊഡക്റ്റ് വിൽക്കുകയാണ്. അപ്പോൾ അവിടെ ഒരു തെറ്റായ ചിന്താഗതി വന്നു. അതായത് ആ ഒരു കമ്പനിയിലുള്ള വ്യക്തി കസ്റ്റമറിന് വേറെ തെറ്റായിട്ടുള്ളൊരു പ്രൊഡക്റ്റ് വിറ്റോ, പക്ഷെ അതൊരിക്കലും അനീഷിനെ ബാധിക്കില്ല. അനീഷിനെ അത് ബോധർ ചെയ്യേണ്ട ആവശ്യമില്ല. കാരണം അനീഷ് ന്യായീകരിച്ച് സുധീഷ് ചെയ്തതിൽ തെറ്റൊന്നും ഇല്ല എന്ന് പറഞ്ഞ് ന്യായീകരിച്ച് പോവേണ്ട ആവശ്യമില്ല. കാരണം ഈ അനീഷ് എന്ന് പറയുന്ന വ്യക്തി ഒരിക്കലും വേറൊരു പാർട്ട്ണറിന്റെ ഏജന്റ് അല്ല. ഈ അനീഷ് എന്ന് പറയുന്ന വ്യക്തി കമ്പനീന്റെ ഏജന്റാണ്. അപ്പൊ കമ്പനിയിലുള്ള കാര്യങ്ങൾ മാത്രം അദ്ദേഹം നോക്കിയാൽ മതി. അതായത് ഇപ്പോൾ 3 വ്യക്തികൾ പാർട്ട്ണർഷിപ്പ് ഇട്ട് നടത്തിയാൽ പോലും ഈ അനീഷും സുധീഷും ഫ്രണ്ട്സ് ആണെങ്കിലും ഈ അനീഷിന് സുധീഷിന്റെ കാര്യം നോക്കേണ്ട ആവശ്യമില്ല. ഒരിക്കലും വേറൊരു പാർട്ട്ണറിന്റെ ഏജന്റ് അല്ല ആര് ഇവിടെ ഒരു പാർട്ട്ണർ എന്ന് പറയുന്നത്. അപ്പോൾ ഇതാണ് പാർട്ട്നേഴ്സ് ആസ് ഏജന്റ് എന്ന് പറയുന്നത്. നെക്സ്റ്റ്, ലിമിറ്റഡ് ലയബിലിറ്റി. ഇവിടെ എന്താണ്, ഇപ്പോൾ ഒരു കമ്പനി തുടങ്ങുന്ന സമയത്ത് ഓരോ പാർട്ട്നേഴ്സും ഒരു നിശ്ചിതമായിട്ടുള്ളൊരു കോൺട്രിബ്യൂഷൻ ചെയ്യും. ഇന്ന ഫണ്ട് അതിലോട്ട് കോൺട്രിബ്യൂട്ട് ചെയ്യും. അപ്പോൾ ഈ ഒരു കമ്പനിക്ക് നഷ്ടം വരുന്ന സമയത്ത് അല്ലെങ്കിൽ കടം വരുന്ന സമയത്ത് ഇവർ എത്രയാണോ കോൺട്രിബ്യൂട്ട് ചെയ്തത് ആ ഒരു എമൗണ്ട് മാത്രം കൊടുത്താൽ മതി. അല്ലാതെ വേറെ എക്സ്ട്രാ എമൗണ്ട് കൊടുക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ഒരു കണക്കിൽ നോക്കുമ്പോൾ ഇതൊരു ലാഭമാണ് എന്നാണ് പറയുന്നത്. ഒരു എക്സാമ്പിൾ പറയാന്നുണ്ടെങ്കിൽ 3 വ്യക്തികൾ എന്ത് ചെയ്യുന്നു, ഒരു ഫേമിലോട്ട് കോൺട്രിബ്യൂട്ട് ചെയ്യാണ്. അതിൽ ഒരാൾ 1 ലക്ഷം, മറ്റാൾ 2 ലക്ഷം, മറ്റൊരാൾ 50,000 രൂപയാണ് കോൺട്രിബ്യൂട്ട് ചെയ്തത്. ഈ ഒരു കമ്പനിക്ക് 1 ലക്ഷം രൂപയോളം കടം വന്നു. അപ്പോൾ ഇവർ എത്രയാണോ കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുള്ളത് ആ ഒരു എമൗണ്ട് മാത്രം കൊടുത്താൽ മതി. അല്ലാതെ എക്സ്ട്രാ വേറൊരു എമൗണ്ടും കൊടുക്കേണ്ട ആവശ്യമില്ല. നമ്മൾ പേഴ്സണൽ അസറ്റിൽ നിന്ന് ഒന്നും കൊടുക്കേണ്ട ആവശ്യമില്ല. നമ്മൾ എത്രയാണോ ആദ്യം കോൺട്രിബ്യൂട്ട് ചെയ്തത് ആ ഒരു എമൗണ്ട് മാത്രം കൊടുത്താൽ മതി. നെക്സ്റ്റ് പോയിന്റ്, നെയിം ഓഫ് ദ ഫേം. അതായത് LLPൻ്റെ കീഴിൽ വരുന്ന ഓരോ കമ്പനീസും എന്ത് ചെയ്യണം, കമ്പനീസിന് പേരിടുമ്പോൾ അതിൻ്റെ എൻഡിങ്ങിൽ LLP എന്നുള്ള ആ ഒരു വേർഡ് ഉണ്ടാവണം. ഒന്നെങ്കിൽ ലിമിറ്റഡ് ലയബിലിറ്റി പാർട്ട്ണർഷിപ്പ് എന്നോ അല്ലെങ്കിൽ LLP ആ ഒരു ഷോർട്ട് ഫോമോ ഉണ്ടാവണം. ഫോർ എക്സാമ്പിൾ പറയുകയാണ് ഗ്രീൻ ഹൗസ് കമ്പനി, അതൊരിക്കലും ആ ഒരു പേര് തെറ്റാണ്. ഗ്രീൻ ഹൗസ് LLP അത് ശരിയാണ്. ഗ്രീൻ ഹൗസ് ലിമിറ്റഡ് ലയബിലിറ്റി പാർട്ട്ണർഷിപ്പ് അതും ശരിയാണ്. ഈ ഒരു കമ്പനി LLPൻ്റെ കീഴിലുള്ള ഒരു കമ്പനി ആണെന്നുണ്ടെങ്കിൽ അവിടെ LLP എന്ന് പറഞ്ഞുകൊണ്ട് ആ ഒരു ഫോം എഴുതണം. അതാണ് അപ്പോൾ നെയിം ഓഫ് ദ ഫേം. അങ്ങനെയാണ് LLPൻ്റെ കീഴിലുള്ള കമ്പനികൾക്ക് പേരിടുന്നത്. നെക്സ്റ്റ് പോയിന്റ്, ഫിനാൻഷ്യൽ ഡിസ്ക്ലോഷർ ആണ്. അതായത് ഓരോ ഇയർ വൈസിലും എന്ത് ചെയ്യണം, ആ ഒരു LLPൻ്റെ സാമ്പത്തിക നിലവാരം എത്രത്തോളം ഉണ്ട് നമ്മൾ മനസ്സിലാക്കണം. അതായത് ആ ഒരു കമ്പനിയിലോട്ട് എത്ര സാമ്പത്തിക വരവും അതുപോലെ തന്നെ എത്ര ലോസ് വരുന്നുണ്ട്, എത്ര പ്രോഫിറ്റ് വരുന്നുണ്ട്, എത്ര കടം ഉണ്ട്, അതുപോലെ തന്നെ കടം വന്നാൽ അത് നികത്താനുള്ള ആ ഒരു പ്രാപ്തിക്ക് ഒരു കമ്പനിക്ക് ഉണ്ടോ എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ എന്ത് ചെയ്യണം, ഈ ഒരു അക്കൗണ്ട്സ് ഓഫ് സോൾവൻസിൻ്റെ റെക്കോർഡിൽ എഴുതി വെക്കണം. എന്നിട്ട് രജിസ്ട്രാർക്ക് സമർപ്പിക്കണം. നെക്സ്റ്റ് വൈൻഡിങ് അപ്പ് ആണ്. വൈൻഡിങ് അപ്പ് എന്ന് പറയുമ്പോൾ ആ ഒരു കമ്പനി എന്ത് ചെയ്യുക, അടച്ചിടുക, ക്ലോസപ്പ് ചെയ്യുക. അത് 2 രീതിയിലോട്ടുണ്ട്. വോളണ്ടറി വൈൻഡിങ് അപ്പും ട്രിബ്യൂണൽ വൈൻഡിങ് അപ്പും. അപ്പോൾ വോളണ്ടറി വൈൻഡിങ് അപ്പ് എന്ന് പറയുമ്പോൾ സ്വമേധയാ ആ ഒരു കമ്പനി അടച്ചിടുക. അപ്പോൾ എന്തെങ്കിലും ഒരു പ്രോഫിറ്റ് കിട്ടാത്ത രീതിയിലോട്ടോ അല്ലെങ്കിൽ ആ പാർട്ട്നേഴ്സിന് ആ ഒരു കമ്പനിനെ മുന്നോട്ട് കൊണ്ടുപോകാൻ താല്പര്യമില്ലാത്ത രീതിയിലോട്ടോ കാണുന്ന സമയത്ത് ആ ഒരു കമ്പനി വോളണ്ടറി സ്വമേധയാ അത് അടച്ചിടുക. ട്രിബ്യൂണൽ എന്ന് പറയുമ്പോൾ ഇവർ രജിസ്ട്രാർക്ക് ഇവരുടെ ആ ഒരു അക്കൗണ്ട് ഓഫ് സോൾവൻസി കൃത്യമായിട്ട് അവർക്ക് സബ്മിറ്റ് ചെയ്യാത്തൊരവസ്ഥയും അതുപോലെ തന്നെ നിയമലംഘനം ചെയ്യുകയും അങ്ങനെ എന്തെങ്കിലും ലീഗലി എന്തെങ്കിലും ഓപ്പോസിറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും അതെന്ത് ചെയ്യുന്നു, കോർട്ട് മുഖാന്തരം ആ ഒരു
കമ്പനി അവിടെ ക്ലോസ് ആക്കും. അപ്പോൾ ഇതാണ് ഫീച്ചേഴ്സ് ഓഫ് അല്ലെങ്കിൽ സാറ്റലിറ്റി ഫീച്ചേഴ്സ് ഓഫ് LLP. നെക്സ്റ്റ് ടോപ്പിക്ക് LLP എഗ്രിമെൻറ്റ്. അപ്പോൾ LLP എഗ്രിമെൻ്റ് എന്ന് പറയുമ്പോൾ ആ ഒരു LLPയിലുള്ള പാർട്ട്നേഴ്സ് തമ്മിലുള്ള എഗ്രിമെൻ്റ് ആണ് എന്തെന്ന് പറയുന്നത് LLP എഗ്രിമെൻറ്റ്. അപ്പോൾ ഇപ്പോൾ ഒരു കമ്പനിയിൽ 3 അല്ലെങ്കിൽ അതിലധികം പാർട്ട്നേഴ്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ അവർക്ക് അവിടെ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണം, അവരുടെ കോൺട്രിബ്യൂഷൻസ് എത്രയ്ക്ക്, അവരുടെ വിഹിതം എങ്ങനെ, ഇതൊക്കെ ഒന്ന് കോൺട്രാക്ട് ഒരു എഗ്രിമെൻറ്റ് ചെയ്യണതാണ് എന്തെന്ന് പറയുന്നത് LLP എഗ്രിമെൻ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതൊരു റിട്ടൺ ആയിട്ടുള്ള എഗ്രിമെൻ്റ് ആയിരിക്കും, എഴുതിയിട്ട് നമ്മൾ ബോധിപ്പിക്കുന്ന ഒരു എഗ്രിമെൻ്റ് ആണ്. അപ്പോൾ ഈ ഒരു LLP എഗ്രിമെൻറ്റിൽ എന്തൊക്കെ വേണമെന്ന് വെച്ചാൽ നമ്മുടെ ആ ഒരു ഫേമിൻ്റെ പേര് വേണം, നെയിം ഓഫ് ദ ഫേം, ആ ഫേമിൻ്റെ പേര് വേണം. അതുപോലെ തന്നെ ആ ഒരു ഫേമിൽ ആരൊക്കെയാണ് പാർട്ട്നേഴ്സ് ആയിട്ടുള്ളത് അവരുടെ പേര് വേണം. അതുപോലെ തന്നെ ആ ഒരു പാർട്ട്നേഴ്സിൽ ഡെസിഗ്നേറ്റഡ് പാർട്ട്നേഴ്സ് എന്ന് പറയുമ്പോൾ കൂടുതൽ എന്താ പറയുക, കുറച്ചുകൂടി റോള് ഇൻവോൾവഡ് ആയിട്ടുള്ള പാർട്ട്നേഴ്സാണ്, കൂടുതൽ അവിടെ റോൾ ചെയ്യാനുള്ള പാർട്ട്നേഴ്സ്. അത്തരം പാർട്ട്നേഴ്സ് ആരൊക്കെയെന്ന് അവിടെ നമ്മൾ എഴുതി വെക്കണം. അതുപോലെ തന്നെ അതിന് ഓരോ പാർട്ട്നേഴ്സിൻ്റെയും റോൾ എന്താണ്, അവരവിടെ എന്താണ് ചെയ്യുന്നത് എഴുതി വെക്കണം. അവരുടെ ഓരോരുത്തരുടെയും കോൺട്രിബ്യൂഷൻസ്, ഓരോ വ്യക്തികളും അവിടെ എത്രത്തോളം നിക്ഷേപിച്ചിട്ടുണ്ട് എന്നുള്ളത് നമ്മളവിടെ എഴുതി വെക്കണം. അതുപോലെ തന്നെ അങ്ങനെ ഓരോരുത്തർക്കും കൊടുക്കുന്ന പ്രോഫിറ്റ് എത്രയാണ് എന്നും അവിടെ എഴുതി വെക്കണം. ഇതൊക്കെയാണ് ഒരു എഗ്രിമെൻറ്റിൽ നമ്മൾ കൊടുക്കേണ്ട കാര്യങ്ങൾ. ഇനി നമുക്കൊരു എഗ്രിമെൻ്റ് ഇല്ല എന്നുണ്ടെങ്കിൽ അവിടെ എന്താണ് സംഭവിക്കുക എന്ന് പറയുമ്പോൾ, ഇപ്പോൾ ഈ പാർട്ട്നേഴ്സ് ഒന്നും അവിടെ എന്താണ് ഓരോരുത്തർക്കും ഓരോ പണികളൊന്നും ചുമതലപ്പെടുത്തിയിട്ടില്ല, ഓരോരുത്തർ എത്ര കോൺട്രിബ്യൂഷൻ കൊടുത്തു എഴുതിയിട്ടില്ല, അവർക്ക് എത്ര പ്രോഫിറ്റ് കിട്ടണം ഒന്നും എഴുതിയിട്ട് അത് രജിസ്ട്രാറെ ബോധിപ്പിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ അഗ്രിമെൻ്റ് അവിടെ ഫോം ചെയ്തിട്ടില്ല. അങ്ങനെയാണെങ്കിൽ ആക്ട് ഓഫ് ഷെഡ്യൂൾ 1 പ്രകാരം എന്താകുന്നു, അതായത് അവിടെ നമുക്ക് അഗ്രിമെൻ്റ് ഇല്ല, കരാറില്ല. അപ്പോൾ അവിടെ പ്രോഫിറ്റ് എല്ലാ പാർട്ട്നേഴ്സിനും ഒരുപോലെ പോകും. അതായത് ഇപ്പം നമ്മൾ കൂടുതൽ കോൺട്രിബ്യൂഷൻസ് ഇട്ടിട്ടൊന്നും കാര്യമില്ല. എന്താണ്, ഒരു അഗ്രിമെൻ്റ് ഇല്ലാത്തത് കാരണം ഇവിടെ പ്രോഫിറ്റ് എല്ലാവർക്കും ഈക്വൽ ആയിട്ട് പോകുന്നു. ഇതാണൊരു എഗ്രിമെൻ്റ് ഇല്ല എന്നുണ്ടെങ്കിൽ അവിടെ സംഭവിക്കുന്ന കേസ്. ഇനി നമുക്ക് ഒരു എഗ്രിമെൻറ്റിൽ എന്തെങ്കിലും മാറ്റം വരാൻ പറ്റുമോ എന്നുള്ളൊരു ഇത് പറയുമ്പോൾ, അതെ അവിടെ മാറ്റം വരാൻ പറ്റും. പക്ഷെ അത് എങ്ങനത്തെ കേസിലാണെന്ന് വെച്ചുമ്പോൾ, ഇപ്പോൾ നമ്മൾ പ്രോഫിറ്റുകൾ മാറണ സമയത്തും അതുപോലെ തന്നെ ഒരു അഗ്രിമെൻറ്റ്, ഒരു പാർട്ട്ണർ അവിടെ നിന്ന് പോയിട്ട് വേറൊരു പാർട്ട്ണർ നമുക്ക് അഗ്രിമെൻറ്റിലോട്ട് ഇൻവോൾവ് ആക്കുന്ന സമയത്ത് മാത്രം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, അവിടെ ആ ഒരു അഗ്രിമെൻറ്റ് മാറ്റം വരുത്താൻ പറ്റുള്ളൂ. അതും ആ ഒരു മാറ്റം വരുത്തുമ്പോൾ ROC, രജിസ്ട്രേഷൻ ഓഫ് കമ്പനീസ്, ഇവർ ഇത് അറിയിച്ചിട്ട് വേണം നമ്മൾ മാറ്റം വരുത്താൻ. ഒരു എക്സാമ്പിൾ പറയാനുണ്ടെങ്കിൽ, ഇപ്പോൾ ഒരു കമ്പനിയിൽ 2 പാർട്ട്നേഴ്സാണുള്ളത്. അപ്പോൾ അവർക്ക് ആദ്യം കിട്ടിക്കൊണ്ടിരുന്നത് 50-50 ഈക്വൽ ഷെയർ ആയിരുന്നു കിട്ടിയിരുന്നത് പ്രോഫിറ്റ്. അത് കുറച്ച് കഴിഞ്ഞപ്പോൾ ഒരാൾക്ക് 60% മറ്റൊരാൾക്ക് 40% ആയി. അപ്പോൾ നമുക്ക് അഗ്രിമെൻറ്റിൻ്റെ കേസ് അത് തിരുത്തൽ വരുത്തണം, അത് ചേഞ്ച് ആക്കണം. അപ്പോൾ നമ്മൾ അതെന്ത് ചെയ്യണു, ROCനെ അറിയിച്ചിട്ട് വേണം ആ ഒരു അഗ്രിമെൻറ്റിൽ ചേഞ്ച് വരുത്താൻ. അപ്പോൾ ഇതാണ് എന്ത് LLPൻ്റെ കേസ്, LLP എഗ്രിമെൻറ്റിൻ്റെ കീഴിലുള്ളത്. അതായത് എഗ്രിമെൻറ്റ് എന്താണ്, ഈ ഒരു എഗ്രിമെൻറ്റിൽ എന്തൊക്കെ ഉൾപ്പെടുത്തണം, ആ ഒരു എഗ്രിമെൻറ്റ് ഇല്ലെങ്കിൽ എങ്ങനെ ആയിരിക്കും, അതുപോലെ തന്നെ എഗ്രിമെൻറ്റിൽ നമുക്ക് മാറ്റം വരുത്താൻ പറ്റുമോ, ഇതാണ് ഈ എഗ്രിമെൻറ്റ് കേസിൽ വരുന്ന ആ ഒരു ടോപ്പിക്കാണ്. നെക്സ്റ്റ് ടോപ്പിക്കാണ് പാർട്ട്നേഴ്സ് ആൻഡ് ഡെസിഗ്നേറ്റഡ് പാർട്ട്നേഴ്സ്. അപ്പോൾ പാർട്ട്നേഴ്സ് എന്ന് പറയുമ്പോൾ ഒരു LLPൻ്റെ ആക്റ്റിൽ നമ്മൾ അവിടെ ഒരു പാർട്ട്ണർഷിപ്പ് ഫേം തുടങ്ങുന്ന സമയത്ത് 2 അല്ലെങ്കിൽ അതിൽ കൂടുതലോ എന്തുണ്ടാവണം, വ്യക്തികൾ പാർട്ട്നേഴ്സ് ആയിട്ട് ഉണ്ടാവണം. മിനിമം 2 മാക്സിമം നമുക്ക് 2 അല്ലെങ്കിൽ 100 വരെ പാർട്ട്നേഴ്സ് നമുക്ക് പോകാൻ പറ്റുമെന്നാണ് പറയണത്. നെക്സ്റ്റ് ഡെസിഗ്നേറ്റഡ് പാർട്ട്നേഴ്സ് എന്ന് പറയുമ്പോൾ ഇവിടെ എന്താണ്, അതായത് നമ്മൾ പറഞ്ഞു ഒരു പാർട്ട്ണർഷിപ്പ് ഫേമിൽ 2 അല്ലെങ്കിൽ അതിൽ കൂടുതലോ പാർട്ട്നേഴ്സ് ആയിട്ട് നമുക്ക് അവിടെ ജോയിൻ ചെയ്യാമെന്ന് പറഞ്ഞു. അപ്പോൾ അവിടെ എത്ര പാർട്ട്നേഴ്സാണുള്ളത് നമുക്കൊരു വിഷയമുള്ള കാര്യമല്ല. പക്ഷേ ആ പാർട്ട്നേഴ്സിൽ 2 പേര് എന്തായിരിക്കണം, ഡെസിഗ്നേറ്റഡ് പാർട്ട്നേഴ്സ് ആയിരിക്കണം. അതായത് ഈ ഡെസിഗ്നേറ്റഡ് പാർട്ട്നേഴ്സ് എന്ന് പറയുമ്പോൾ അവരാണ് പാർട്ട്നേഴ്സിൽ മെയിൻ ആയിട്ടുള്ള 2 വ്യക്തികൾ. അതായത് ഇപ്പോൾ ആ ഒരു കമ്പനീൻ്റെ എന്തെങ്കിലും ലീഗൽ കംപ്ലയിൻസ് ഇങ്ങനത്തെ എല്ലാം കൈകാര്യം ചെയ്യണത്, അതായത് കൂടുതൽ റോളുള്ളത് അവർക്കായിരിക്കും. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള റോളുകളുള്ളത് കമ്പനീസിൻ്റെ ലീഗൽ കംപ്ലയിൻസ് ഇതൊക്കെ മെയിൻറ്റെയിൻ ചെയ്യുന്നത് ഈ ഒരു ഡെസിഗ്നേറ്റഡ് പാർട്ട്നേഴ്സ് ആയിരിക്കും. അപ്പോൾ ഈ ഡെസിഗ്നേറ്റഡ് പാർട്ട്നേഴ്സ് എന്ന് പറയുമ്പോൾ ഈ 2 വ്യക്തികൾ ഉണ്ടാകും. അതിൽ ഒരാൾ എന്തായിരിക്കണം, ഇന്ത്യൻ റെസിഡൻ്റ് ആയിരിക്കണം. അതായത് നമ്മുടെ ഇന്ത്യയിൽ 182 ദിവസം താമസിച്ചിട്ടുള്ള ആളായിരിക്കണം. അതായത് 6 മാസം ഇന്ത്യയിൽ താമസിച്ചിട്ടുള്ള ഒരു വ്യക്തി ആയിരിക്കണം. 2-ൽ ഒരാൾ എന്തായിരിക്കണം, ഇന്ത്യൻ റെസിഡൻ്റ് ആണ്. 2 പേരും ഇന്ത്യൻ റെസിഡൻ്റ് ആയാലും ഒരു കുഴപ്പമില്ല.
അപ്പോൾ ഇതാണ് എന്ത് ഡെസിഗ്നേറ്റഡ് പാർട്ട്നേഴ്സ് എന്ന് പറയുന്നത്. ഇവിടെ രണ്ടിൽ കൂടുതൽ വ്യക്തികൾ ഉണ്ടാവാം. അതുപോലെ തന്നെ ഇങ്ങനെ ഈ ഒരു ഡെസിഗ്നേറ്റഡ് പാർട്ട്നേഴ്സ് ആവണമെന്നുണ്ടെങ്കിൽ കുറച്ച് കണ്ടീഷൻസ് ഒക്കെ ഉണ്ട്. അതിൽ ഫസ്റ്റ് എന്ന് പറയുമ്പോൾ കോൺസെൻറ്റ്. അതായത് ഈ ഒരു ഡെസിഗ്നേറ്റഡ് പാർട്ട്ണർ ആവണം എന്നുണ്ടെങ്കിൽ ആ ഒരു പൊസിഷനിലോട്ട് വരണമെന്നുണ്ടെങ്കിൽ ആ ഒരു വ്യക്തിയുടെ സമ്മതം ഉണ്ടായിരിക്കണം. ആ ഒരു വ്യക്തിയുടെ സമ്മതം റിട്ടൺ ഫോമിൽ രജിസ്ട്രാറിന് എഴുതി സബ്മിറ്റ് ചെയ്യണം. രണ്ടാമത് പറയുന്നത് ഫില്ലിംഗ് വിത്ത് രജിസ്ട്രേഷൻ. അതുപോലെ തന്നെ അദ്ദേഹത്തിന് സമ്മതമാണെന്ന് പറഞ്ഞുകൊണ്ട് അത് രജിസ്ട്രാറിന് സമ്മതം അറിയിക്കണം. പിന്നെ ഫില്ലിംഗ് വിത്ത് വാക്കൻസീസ്. ഇപ്പോൾ ഒരു പാർട്ട്ണർഷിപ്പ് ഫേമിൽ ഇപ്പോൾ 2 ഡെസിഗ്നേറ്റഡ് പാർട്ട്നേഴ്സാണ് ഉണ്ടാവേണ്ടത് പറഞ്ഞു. അതിൽ ഒരു വ്യക്തി അവിടെ എന്താണ് പെർമനൻ്റ് ആയിട്ട് അവിടുന്ന് റിസൈൻ ചെയ്ത് പോവുകയാണെന്നുണ്ടെങ്കിൽ അവിടേക്ക് 30 ദിവസത്തിൻ്റെ ഉള്ളിൽ എന്ത് ചെയ്യണം? അവിടേക്ക് വേറൊരു ഡെസിഗ്നേറ്റഡ് പാർട്ട്ണറിനെ കൊണ്ടുവരണം. 30 ദിവസത്തിനുള്ളിൽ കൊണ്ടുവരണം. നെക്സ്റ്റ് പറയണത് DPIN ആണ്, ഡെസിഗ്നേറ്റഡ് പാർട്ട്ണർ ഇൻഫോർമേഷൻ നമ്പറാണ്. അതായത് ഇപ്പോൾ സെൻട്രൽ ഗവൺമെൻറ് കീഴിൽ നിന്ന് ഇങ്ങനെ ഓരോ ഡെസിഗ്നേറ്റഡ് പാർട്ട്ണറിനും ഒരു നമ്പർ ഉണ്ടാവും. അപ്പോൾ ഡയറക്ടർമാർ ഓരോ കമ്പനീൻ്റെ ബേസിൽ ഓരോ ഡയറക്ടർമാർക്കൊക്കെ ഇൻഫർമേഷൻ നമ്പറുള്ള രീതിയിൽ തന്നെ ഓരോ ഡെസിഗ്നേറ്റഡ് പാർട്ട്നേഴ്സും സെൻട്രൽ ഗവൺമെൻറ് കീഴിൽ നിന്ന് ഒരു നമ്പർ കിട്ടും. അതാണ് DPIN. അപ്പോൾ ഇത്രയൊക്കെയാണ് അതിൻ്റെ കണ്ടീഷൻസും അതുപോലെ തന്നെ പാർട്ട്നേഴ്സ് എന്താണെന്നും ഡെസിഗ്നേറ്റഡ് പാർട്ട്നേഴ്സ് എന്താണെന്നും പറയുന്നത്. സോ ഗൈസ്, ഇന്നത്തെ ഈ ഒരു പാർട്ടിൽ നമ്മൾ ഇത്രയും പോർഷൻസാണ് കവർ ചെയ്യണത്. ബാക്കി നമുക്ക് കുറച്ചും കൂടി പോർഷൻസ് എടുക്കാനുണ്ട്. നമുക്ക് നെക്സ്റ്റ് പാർട്ടിൽ എടുക്കാം. ഓക്കെ, ബൈ.